ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീകോഡിംഗ് ഫുട്ബോളിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിയൽ മാഡ്രിഡിൻ്റെ അടുത്ത സീസണിലുള്ള വെല്ലുവിളികളെ കുറിച്ചാണ്. 5 വെല്ലുവിളികളാണ് ഞാൻ മെയിനായിട്ട് കാണുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ വെല്ലുവിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോണി ക്രൂസിൻ്റെ അഭാവമാണ്. കഴിഞ്ഞ യൂറോ കപ്പോടെ ടോണി ക്രൂസ് വിരമിച്ചു. ആ പൊസിഷനിലേക്ക് ഇറയലിൻ്റെ യങ്സ് പ്ലേയേഴ്സായ കമവിംഗയോ ഫെഡെ വാൽവെർദെയോ എത്തുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ടോണി ക്രൂസ് ആയിരുന്നു ആ മിഡിലുള്ള സ്പീഡും കളിയുടെ എങ്ങനെയാണ് അത് നിയന്ത്രിച്ചിരുന്ന പ്ലെയർ എന്ന് പറയുന്നത് ടോണി ക്രൂസ് ആയിരുന്നു. ടോണി ക്രൂസ് അറിയപ്പെടുന്നത് തന്നെ ജർമ്മൻ സ്നൈപ്പർ എന്ന് പറഞ്ഞ രീതിയിലാണ് അറിയപ്പെടുന്നത്. കാരണം അതുപോലെയായിരിക്കും പാസിങ് വരിക. അത്രയും പാസ് ചെയ്യുന്ന ആ പ്ലെയറിനെ റിയൽ അടുത്ത സീസണിൽ മിസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ വെല്ലുവിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബാപ്പയുടെ വരവാണ്. ഇപ്പം ലോകത്തിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് വിങ്ങർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് വരുന്ന രീതിയിലാണ്. കാരണം ഒന്ന് വിനീഷ്യസ് ആണ്, ഒന്ന് എംബാപ്പെ ആണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇവർ രണ്ടുപേരെയും കൂടെ ആഞ്ചലോട്ടി എങ്ങനെ ഒരു ടീമിൽ ഉൾപ്പെടുത്തുമെന്നാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ യൂറോയിൽ കണ്ടതാണ്. എംബാപ്പനെ സെൻറ്ററിൽ കളിപ്പിച്ചു, പക്ഷേ അത്ര ഫോമായില്ല. അത് തന്നെ ഇവിടെയും ചെയ്യുമോ ആഞ്ചലോട്ടി? നമുക്ക് കാത്തിരിക്കാൻ കണ്ടാണ്. മൂന്നാമത്തെ വെല്ലുവിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എംബാപ്പേനെ സെൻട്രലിൽ കളിപ്പിക്കുകയാണെങ്കിൽ വിനീഷ്യസ്, എംബാപ്പെ, റോഡ്രിഗോ ആയിരിക്കും. അപ്പോൾ എവിടെയാണ് എൻട്രിക്ക് കളിക്കുക? എൻട്രിക്ക് കളിക്കുന്ന എവിടെയാണ് ആ ഗുള്ളർ കളിക്കുക? ഇപ്പം നമ്മൾ ആരുടെ ഗുള്ളർ എടുക്കാൻ കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി ആയതുകൊണ്ട് പകുതി മത്സരങ്ങൾ കളിച്ചില്ല. പക്ഷേ ഈ സീസണിൽ അങ്ങനെയല്ല. യൂറോ കപ്പിൽ നമ്മൾ കണ്ടതാണ് ഗുള്ളറിൻ്റെ ഫോമിൽ കളിക്കുന്ന, റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന ഗുള്ളറിനെ നമ്മൾ കണ്ടതാണ്. എൻട്രിക്കിനെ നമ്മൾ കോപ്പ അമേരിക്കയിൽ കണ്ടതാണ്. രണ്ടാമത്തെ വെല്ലുവിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നമ്പർ 9 ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ സീസണിൽ ജോസലു ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തെ സീസണിൽ ബെൻസീമ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പൊസിഷനിൽ അവിടെ ആരുമില്ല. കഴിഞ്ഞ സീസണിൽ ജോസലു സൂപ്പർ സബായിട്ട് വന്ന് 17 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിൽ ഒരു ഗെയിമിന്റെ ഒരു ചേഞ്ച് വന്നത് തന്നെ ജോസലു വന്നപ്പോഴാണ്. 2 ഗോളുകൾ അടിച്ച് ആ കളി ജയിച്ച് ഫൈനലിലേക്ക് എത്താനുള്ള കാരണങ്ങളിലൊന്ന് ജോസലു ആയിരുന്നു. ജോസലുവിന് ആകെ 2000 മിനിറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ 17 ഗോളുകൾ ജോസലു അടിച്ചു. അതുപോലെ ഒരു പ്ലെയർ അത് റിയൽ മാഡ്രിഡിൽ ഇത്തവണ മിസ്സിംഗ് ആണ്. രണ്ടാമത്തെ വെല്ലുവിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബാക്ക് പൊസിഷനിലാണ്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഇപ്പം മിലിറ്റാവും റൂഡിഗറും ഉണ്ടെങ്കിലും അവർക്കൊരു ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ്. ഡേവിഡ് ആൽബയ്ക്ക് ഇഞ്ചുറി പറ്റി, എന്ന് തിരിച്ചു വരുമെന്ന ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്നത് നാച്ചോ ആയിരുന്നു. നാച്ചോ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. പക്ഷേ നാച്ചോ ഈ സീസണിൽ അവിടെ ഇല്ല, സൗദിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ പൊസിഷനിലേക്ക് ആര് വരും? ഇപ്പം ഹമ്മൽസിന്റെ പേരും ലാപ്പോർട്ടന്റെ പേരും വരുന്നുണ്ട്. അപ്പം ഇവരിൽ ആരെങ്കിലും ഒരാളെ സൈൻ ചെയ്തില്ലെങ്കിൽ ആ പൊസിഷനിലും റിയൽ മാഡ്രിഡ് അടുത്ത സീസണിൽ പണി കിട്ടാനുള്ള ഒരു പൊസിഷനാണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.